കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2025 ഡിസംബർ മാസം 21-ാം തീയതി, അടുത്ത ആഴ്ച കൂടി കഴിയുമ്പോൾ ഈ വർഷം നമ്മളെ വിട്ട് പിന്നിട്ട് പോകുകയാണ്. സ്തോത്രം. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയിരുന്നു. എത്രയോ ജനകോടികൾ ഈ ലോകത്തിൽ നിന്ന് മരിച്ചു മാറ്റപ്പെട്ടു. എത്രയോ പേർ രോഗികളായി, എത്രയോ പേര് കഷ്ടത്തിലും നഷ്ടത്തിലുമായി. ആത്മീയമായിട്ട് പറഞ്ഞാൽ എത്രയോ പേര് വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. എത്രയോ പേര് ദുരുപദേശത്തിൻ്റെ അടിമനുഖത്തിൽ കിടന്ന് ഞെളിവിരി കൊള്ളും. എത്രയോ പേര് കർത്താവേ കർത്താവേ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യാൻ കഴിയാതെ ദൈവരാജ്യത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിവിധ നിലയിൽ ജനം നെടുവീർപ്പിടുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ സാധാരണ പറയാറുള്ളതുപോലെ ഒരു അഗ്നിപർവ്വതം പുകയുന്ന പോലെ ലോകം പുകഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇതിന് തീപിടിക്കാം. സ്തോത്രം. ആ സമയങ്ങളിൽ ആസന്നമെന്ന് ഞാൻ വചനത്തിലൂടെ പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം കേരളത്തിലെ ഒരു അറിയപ്പെട്ട ഒരു സെലിബ്രിറ്റി മരിച്ചുപോയ ചരിത്രം. എല്ലാവരുടെയും മരണം ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. മരണത്തിന് അവിടെ വരുമ്പോൾ അവിടെ വന്നു പോകുന്നവർ, അവർ പറയുന്ന വാക്കുകൾ, അവരുടെ രീതികൾ, അവരുടെ ആചാരാനുഷ്ഠാനങ്ങളൊക്കെയും ഞാൻ വാച്ച് ചെയ്യാറുണ്ട്. അതൊന്ന് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ മറ്റൊന്നിനുമല്ല. അങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രസ്താവന മാത്രം പറയുവാൻ താല്പര്യപ്പെടുന്ന ഒരാളൊരു പ്രസ്താവന പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. വളരെ വേദനാജനകമായ ഒരു പ്രസ്താവനയായിട്ട് നമുക്ക് തോന്നുന്നത്. ശാന്തമായി വിശ്രമിക്കൂ ഇതിഹാസമേ. ഇതോ ശാന്തമായി വിശ്രമിക്കൂ ഇതിഹാസമേ. ആ സിനിമാ നടന് അവരുടെ വേറൊരു സെലിബ്രിറ്റി കൊടുത്തൊരു ആശംസാവാചകമാണ്. അതിൻ്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. പോയി വിശ്രമിച്ചു കൊള്ളുക എന്ന് പെന്തക്കോസ്തുകാർ മരിക്കുമ്പോഴും പാസ്റ്റർമാർ പറയാറുണ്ടല്ലേ. നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക എന്നുള്ള വാക്യം എടുത്ത് പറഞ്ഞിട്ട് നമ്മളും പറയാറുണ്ട്. ദാനിയേൽ ആരാണെന്ന് ഓർക്കണം. ദാനിയേൽ ആരാ? ദൈവത്തിൻ്റെ ഇഷ്ടപുത്രൻ, ദൈവപ്രമാണം അനുസരിച്ചവൻ, ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും വചനപഠനത്തിനും പ്രാധാന്യം കൊടുത്തവൻ. ദാനിയേൽ പ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം ഞാൻ കാണാതെ പറയുന്നു, രാജാവിൻ്റെ രാജഭോജനം കൊണ്ടും രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും ഞാൻ എന്നെ തന്നെ അശുദ്ധമാക്കയില്ലെന്ന് ദാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ചു. വിഗ്രഹത്തെ ആരാധിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ വിഗ്രഹത്തെ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞു. രാജാവിൻ്റെയും പ്രജകളുടെയും ചപ്പടി വിദ്യകൾക്കനുസരിച്ച് ജീവിച്ചവനല്ല ദാനിയേൽ. ദാനിയേൽ വേറിട്ടൊരു സ്വഭാവമുള്ളവനായിരുന്നു. ദാനിയേൽ ഒരു ഭക്തനായിരുന്നു. ദാനിയേൽ ഒരു ദൈവ മനുഷ്യനായിരുന്നു. ദാനിയേൽ ദൈവാത്മാവുള്ളവനായിരുന്നു. ഇന്ന് അങ്ങനെയൊക്കെയാണോ വിശ്വാസികൾ? പാസ്റ്റർമാർ അങ്ങനെയൊക്കെയാണോ? വിശ്വാസികൾ അങ്ങനെയാണോ? വെറും പേരിനും വേണ്ടി വിശ്വാസി. ഈ ഇടയ്ക്കൊരു സഹോദരി പറഞ്ഞ പോലെ, നെയ്യപ്പം എന്ന പേരെങ്കിലും നെയ്യിൻ്റെ ഒരു അംശം പോലും അതിലില്ല. എത്ര സത്യമാണ്. നെയ്യ് കൊണ്ടാണോ നെയ്യപ്പം ഉണ്ടാക്കുന്നത്? വെളിച്ചെണ്ണ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ നെയ്യ് കൊണ്ടുണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പത്യവചനം പത്യോപദേശം പ്രസംഗിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നതൊക്കെ മാറ്റപ്പെട്ടു. ഇന്ന് ആളെ കൂട്ടി കാശുണ്ടാക്കി ആള് കളിക്കുകയാണ് എന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പലർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഇഷ്ടപ്പെട്ടേ പറ്റൂ. സഭയെന്നുള്ളത് എന്താണെന്ന് ആദ്യം പഠിക്കണം. എന്താ സഭ? സഭ ക്രിസ്തുവിൻ്റെ ശരീരം. ക്രിസ്തുവിൻ്റെ ശരീരമാണെങ്കിൽ എന്ത് ചെയ്യണം? തലയായ ക്രിസ്തു എന്നുള്ള ഉപദേശം ശരീരമാം സഭയുടെ അവയവങ്ങൾക്ക് കൊടുത്ത് ആ തലയോട് ചേർത്തിരുത്തി അവരെ വളർത്തി ക്രിസ്തുവിൻ്റെ സമൃദ്ധമായ പ്രായത്തിൻ്റെ അളവിലേക്ക് ക്രിസ്തുവിൻ്റെ തലയോളം അവരെ വളർത്തണം. 2, സഭ നിർമ്മല കന്യക അല്ലെങ്കിൽ മണവാട്ടി. വിശുദ്ധനായ മണവാളന് വേണ്ടി
ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധയായ കന്യക, നിർമ്മല കന്യക. അതിൻ്റെ ഇംഗ്ലീഷ് പദം ചേസ്റ്റ് വെർജിൻ. മനസ്സാ വാച കർമ്മണ മറ്റൊരു പുരുഷനെ ഹൃദയത്തിൽ ധ്യാനിക്കാതെ ചിന്തിക്കാതെ തൻ്റെ പാതിവൃത്യം കാത്തു സൂക്ഷിക്കുന്ന, മണവാളൻ നിശ്ചയം കഴിഞ്ഞു പോയ മണവാളനെ മാത്രം ഹൃദയത്തിൽ ധ്യാനിച്ച് ആ മണവാളൻ്റെ ഇഷ്ടം മാത്രം ചെയ്ത് ആ മണവാളനെ മാത്രം പ്രസാദിപ്പിച്ച് ആ മണവാളൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ സംഘം. അതാണോ ഇന്ന് സഭ? കേൾക്കുന്ന നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞാൽ മതി. ദുരുപദേശത്തിൽ മുങ്ങി കുളിച്ചു കിടക്കുക. സ്തോത്രം. ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു SI റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പാസ്റ്ററാകുക. എന്നിട്ട് പുള്ളി എല്ലാവരും പഠിപ്പിക്കാൻ നടക്കുക. നല്ല കാര്യം, എനിക്കതിനോട് യാതൊരു വിയോജിപ്പുമില്ല. പക്ഷെ അത് വചനപ്രകാരമായിരിക്കണം. പുള്ളിയുടെ ഹൃദയത്തിൽ തോന്നുന്ന ചില കാര്യങ്ങൾ എടുത്തു വെച്ച് പറഞ്ഞുകൊണ്ടായില്ല. കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു കോൾ വരാനിടയായി. നമ്മൾ പറഞ്ഞ ഉപദേശത്തെ പുള്ളി ദുർവ്യാഖ്യാനം ചെയ്യാനിടയായി. ഞാൻ പറഞ്ഞു, പാസ്റ്ററെ, ഞാൻ പറഞ്ഞ വിഷയം ആ 2-3 വാക്യത്തിലെ കൊയ്ത്തെന്നുള്ള വിഷയത്തെയാണ് ഞാൻ ഫോക്കസ് ചെയ്തത്. വേലക്കാരെ അയക്കുക എന്നുള്ളതല്ല. വേലക്കാരെ അയക്കണം എന്നുള്ളത് പ്രധാനമാണ്. പക്ഷെ എൻ്റെ ഹൃദയത്തിൽ സംസാരിക്കാനായിട്ട് പ്രേരണ കിട്ടിയത് കൊയ്ത്തിന് വേണ്ടി ജനത്തെ ഒരുക്കണം. മത്തായി 25:10 ഒരുങ്ങിയിരുന്നവനോടുകൂടി മണിയറയിൽ പ്രവേശിച്ചു. അപ്പോൾ കർത്താവിന് വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുക, കൊയ്തെടുക്കാൻ വരിക. 2000 വർഷങ്ങളായി വിതച്ചുകൊണ്ടിരിക്കുക. ആ വിതച്ച വിത്ത് ഫലം കായ്ച്ച് ദൈവസഭയ്ക്ക് ആദായമായി, എല്ലാം ശരി. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ, നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ ഈ പഥ്യവചനം, പഥ്യോപദേശം മുഴുവൻ തെറ്റിച്ചാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പഥ്യവചനം, പഥ്യോപദേശം സഭകളിലില്ല, പഥ്യമില്ല. നല്ല കറതീർന്നൊരു വൈദ്യൻ മരുന്ന് കൊടുക്കുമ്പോൾ അദ്ദേഹം ഒരു കുറിപ്പടി കൂടി തരും. നല്ല വൈദ്യനാണെങ്കിൽ. ഇന്നത്തെ പാസ്റ്റർമാരെ പോലെ ഇന്നത്തെ മുറിവൈദ്യന്മാരാണെങ്കിൽ അതൊന്നും ചെയ്തൊന്നും വരികയില്ല. നല്ല വൈദ്യനാണെങ്കിൽ ഒരു കുറിപ്പ് കൊടുക്കും. ആ കുറിപ്പിൽ അദ്ദേഹം പറയുകയും കൂടി ചെയ്യും, എരി, പുളി, പിന്നെ മധുരം, ഉപ്പ്, ഈ വിധ സാധനങ്ങൾ ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചില മരുന്നുകൾക്ക് പറയും. ചിലതിന് പറയും നാമമാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നും പറയും. കാര്യം എന്താ? ആ മരുന്ന് വലിക്കണമെങ്കിൽ പഥ്യം നോക്കണം. അതുതന്നെ എവിടെയും പഥ്യവചനമായത്. പൗലോസിൻ്റെ ഒരു പ്രത്യേക പഠിപ്പിക്കലാണ് പഥ്യവചനം, പഥ്യോപദേശം. അത് ഇന്ന് അസ്തമിച്ചു പോയി. സുവിശേഷം പറയുക എല്ലാവരും. ഞാൻ ഇഷ്ടം പോലെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. തെരുവുകളിൽ നിന്ന് ഇഷ്ടം പോലെ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൂടെ വരുന്നവർ പറയും, പാസ്റ്റർ പറയുമ്പോൾ വളരെ മനോഹരമായി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. സുവിശേഷത്തിൻ്റെ അന്തസത്ത യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിനെ ഉയർത്തുന്നതാണ് സുവിശേഷം. അതിന്ന് വ്യാജമാക്കി മാറ്റി സുവിശേഷം പ്രസംഗിച്ച് വിശ്വാസികളെ കൊണ്ടുവന്ന് അന്ത്യകാല രക്ഷയ്ക്കായിട്ട്, രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഒരുക്കിയെടുക്കുന്ന ഉപദേശം പഠിപ്പിക്കൽ ഇന്ന് സഭകളിലില്ല. എല്ലാവരും സുവിശേഷം പറയല. തെരുവിൽ നിന്ന് പറയുന്നു, ബസ്സിൽ കയറി നിന്നാ പറയുന്നു. ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ബോട്ടിൽ നിന്നാ ചിലർ വിളിച്ച് പറയും. ബോട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ ഉദ്ദേശിമാർ പറയുന്നത് അങ്ങോട്ട് കിട്ടും. ഞാനതിനൊന്നും എതിർക്കുന്നില്ല, സെക്കൻഡ് ചെയ്യുക എല്ലാത്തിനും. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമായോ? സുവിശേഷത്തിൻ്റെ 1-ാം ഭാഗം മറ്റൊരുത്തനും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ ഭൂമിയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഒരു ജാതിയിലും ഒരു മതത്തിലും രക്ഷയില്ല. രക്ഷ യേശുക്രിസ്തുവിൽ കൂടി മാത്രം. അങ്ങനെ രക്ഷിക്കപ്പെട്ടു വരുന്നവനെ സഭയിൽ കൊണ്ടുവന്ന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുത്തി പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നടത്തി അവനെ അപ്പോസ്തലന്മാരുടെ ഉപദേശം പഠിപ്പിച്ച് ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തിയെടുക്കണം. ക്രിസ്തുവിൽ തികഞ്ഞവനാക്കണം. കർത്താവിൻ്റെ വേണ്ടി ഒരുക്കി നിർത്തണം. കൊയ്യാനായിട്ട് വരുമ്പോൾ, ദൂതന്മാർ കൊയ്യാൻ വരുമ്പോൾ, കൊയ്തെടുക്കാൻ വരുമ്പോൾ കളയായി നിൽക്കരുത്. കളയായ പറിച്ചു കൂട്ടി തീയിലിടും. കൊയ്തെടുത്ത് നിറമണികളെ എന്തു ചെയ്യും? പാറ്റുന്ന സമയമുണ്ട്. നിറമണികളല്ലെങ്കിൽ പാറിപ്പോകും. പ്രതികൂലം വരുമ്പോൾ പാറിപ്പോകും. നിറഞ്ഞ മണികൾക്ക് മരിക്കേണ്ടി വന്നാലും വിശ്വാസം തള്ളിക്കളയാതെ നിൽക്കത്തുള്ളൂ. ഇതൊക്കെ ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് ഈ മക്കളെ ക്ഷമിക്കുക. പല പ്രാവശ്യം ആവർത്തിക്കുന്നു. ചിലർക്ക് എത്ര പറഞ്ഞാലും തലയിലോട്ട് കയറത്തില്ല. അതുകൊണ്ടാണ് പിന്നെയും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്.
സുവിശേഷത്തിന് 2 ഭാഗമുണ്ട്. രക്ഷയിലേക്ക് കൊണ്ടുവരിക, സുവിശേഷം പറഞ്ഞ്, നല്ല കാര്യം, അതങ്ങനെ തന്നെ ചെയ്യണം. രക്ഷിക്കപ്പെട്ടു വരുന്നവനെ സഭയിൽ കൊണ്ടിരുത്തി ഉപദേശം പഠിപ്പിക്കണം, പഥ്യവചനം പഠിപ്പിക്കണം, പഥ്യോപദേശം പഠിപ്പിക്കണം, അവരെ വളർത്തണം. അമ്മത്തൊട്ടിലിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇട്ടേക്കുന്ന പോലെ ഇന്ന് പലരും കിടക്കുക, തൊട്ടിൽ കിടക്കുക, ഒരു വകയറിയത്തില്ല, രക്ഷ എന്താണെന്ന് അറിയത്തില്ല, രക്ഷയുടെ പൂർത്തീകരണം എന്താണെന്ന് അറിയത്തില്ല, ഉപദേശം എന്താണെന്ന് അറിയത്തില്ല, നീതീകരണം, വിശുദ്ധീകരണം, തേജസ്കരണം, ഞാൻ മുമ്പ് ഇത് പറയാറുണ്ട്, ഇതെന്താണെന്ന് അറിയത്തില്ല. കാരണം വചനം പഠിപ്പിക്കുന്നില്ല. ആളെ കൂട്ടി സ്തോത്രാഴ്ച വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇത് അപകടം മണത്തത് കൊണ്ട് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നു, ഇത് വളരെ അപകടമാണ്. രക്ഷിക്കപ്പെട്ട വ്യക്തികളെ രക്ഷയുടെ പൂർത്തിയിലേക്ക്, രക്ഷാപൂർത്തി പ്രാപിപ്പാൻ തക്കവണ്ണം, എബ്രായലേഖനത്തിലൊരു പദപ്രയോഗമാണ്, അവർ രക്ഷാപൂർത്തി പ്രാപിക്കേണ്ടതിന്, അവർ രക്ഷാപൂർത്തി പ്രാപിക്കുക, രക്ഷാപൂർത്തി, അവർ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ട അവൻ നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി. പഴയ നിയമ വിശുദ്ധന്മാർ രക്ഷാപൂർത്തി പ്രാപിക്കുന്നതിന് മുമ്പ് നമുക്ക് വേണ്ടി മുൻകരുതി വെച്ചിരിക്കുന്ന മണവാട്ടി പദമാണ്. മണവാളനോടൊപ്പം ഇരിക്കുന്ന അവസ്ഥ. ഒരു കല്യാണത്തിന് ചെന്നാൽ 100 കണക്കിന് 1000 ആൾക്കാർ വരും. പക്ഷെ മണവാളൻ്റെ അടുത്തിരിക്കുന്ന ആരാ? മണവാട്ടിയാകേണ്ടവളാ, കല്യാണം കഴിക്കേണ്ടവളാ. എല്ലാവരും കയറി അവിടെ ഇരിക്കാൻ പറ്റുമോ? എന്നപോലെ പുതിയ നിയമസഭയ്ക്ക് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ് നമ്മൾ മണവാട്ടി പദത്തിന് യോഗ്യരാണെന്നാ. അതാരും മനസ്സിലാക്കുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. വളരെ വികൃതമായി സുവിശേഷത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇന്ന് ധനസമ്പാദനത്തിന് വേണ്ടി പലരും പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ആളെ കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ അപകടമാണ്. കർത്താവ് വച്ചിരിക്കുന്ന കോറം എത്രയാ? 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടിയവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. വീടുകളിലിരുന്ന് 2, 3, 5, 10 പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അവർ മരിച്ചാൽ സ്വർഗത്ത് പോയി, യാതൊരു സംശയവുമില്ല. എന്നാൽ ഈ ഗ്രൂപ്പുകളിലൊക്കെ ചെന്ന് ചാടി സംഘടനാ ബന്ധക്കോസിലൊക്കെ ചെന്നാൽ രക്ഷയെക്കുറിച്ച് യാതൊരു ഗ്യാരണ്ടി ഇല്ലെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. കേൾക്കുന്നവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് കേൾക്കണ്ട. എനിക്ക് പറയാനുള്ള സത്യം ഞാൻ പറഞ്ഞിരിക്കും. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ വേറൊരു പഠനമുള്ളത്, കർത്താവ് കൽപ്പിച്ച 28-20 ഒന്ന് വായിക്കാം. മത്തായി 28:20. മത്തായി 28:20 പെട്ടെന്ന് വായിച്ചാട്ട്, സമയം കളയാതെ. മത്തായി 28:20. ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊണ്ടു. ഇവിടെ കർത്താവിൻ്റെ ഗ്രേറ്റ് കമ്മീഷൻ എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്ത പാസ്റ്റർമാരും വിശ്വാസികളും ഇന്ന് ലോകത്തുണ്ടെന്ന് പറയുമ്പോൾ, നമ്മൾ കുറേ പ്രവർത്തിച്ചത് കൊണ്ടോ, നമ്മൾ കുറേ പ്രസംഗിച്ചത് കൊണ്ടോ, കുറേ പാടിയത് കൊണ്ടോ, കുറേ കാശ് കൊടുത്തത് കൊണ്ടോ, കുറേ ദാനധർമ്മം ചെയ്തത് കൊണ്ടോ, വിശ്വാസികളെ കുറേ തീറ്റിച്ചത് കൊണ്ടോ, അവരുടെ ഭൗതിക കാര്യങ്ങൾ നേടിക്കൊടുത്തത് കൊണ്ടോ, അവർക്ക് വീട് വെച്ച് കൊടുത്തത് കൊണ്ടോ, അവരുടെ രോഗികളെ പരിചരിച്ചു കൊണ്ടോ, ഇതുകൊണ്ടൊന്നും വലിയ ഗുണമില്ല. അതൊക്കെ നല്ലതാണ്, ചെയ്യണം, നിർബന്ധമായി ചെയ്തിരിക്കണം. അതൊക്കെ സൽപ്രവൃത്തികളാണ്. പക്ഷെ നീതിപ്രവൃത്തി എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. കർത്താവ് കൽപ്പിച്ച പ്രമാണം അവരെ കേൾപ്പിച്ച് ശിഷ്യരാക്കുക. ശിഷ്യരാകണമെങ്കിൽ എന്ത് വേണം? ഒരു ഗുരു വേണം. അതാണിപ്പോൾ ഇല്ലാത്ത കുഴപ്പം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ രക്ഷിക്കപ്പെട്ട് വന്നാൽ, ഡോക്ടർമാർ രക്ഷിക്കപ്പെട്ട് വന്നാൽ, പൊളിറ്റിക്സിലെ ഒരു ലീഡർ രക്ഷിക്കപ്പെട്ട് വന്നാൽ, വലിയ വലിയ ഒരു IAS കാരൻ രക്ഷിക്കപ്പെട്ട് വന്നാൽ, ഇന്നാളെനിക്കറിയാം IAS കാരൻ ഒരു കുട്ടി രക്ഷിക്കപ്പെട്ട് വന്നിട്ട് ഒരു സഹോദരിയുമായിട്ട് ശുശ്രൂഷയ്ക്ക് നടക്കുക. എൻ്റെ പുള്ളി പറയണത്, ഈ സഹോദരി ഭക്ഷണം വേണ്ടെന്ന്, ഭക്ഷണം കഴിക്കാത്ത സഹോദരി. ഞാനന്ന് ശാരോൺ ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അവിടെയും വന്നു ഈ പുള്ളി ഈ സഹോദരിയെ കൊണ്ട് വന്നു പ്രസംഗിക്കാൻ. ഭക്ഷണം വേണ്ടെന്നാണ് പറയണത്. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ കണ്ടുപിടിച്ചു രാത്രി കുത്തിയിരുന്ന് ഭക്ഷണം കഴിക്കുക ഈ പെണ്ണുമുള്ള. എങ്ങനെയുണ്ട്? പകല് മുഴുവൻ പ്രസംഗം IAS കാരൻ്റെ കൂടെ നടന്ന് പ്രസംഗമാണ്. സഹോദരിമാർ പ്രസംഗിക്കാൻ പാടില്ലെന്ന് പുസ്തകത്തിലുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അവർ സഭയിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടിപ്പോരുത്, അവിടെ ഇരുന്ന് കേട്ടോണം. അവർ സ്ത്രീ സഭയിൽ സംസാരിക്കുന്ന അനുചിതമല്ലോ എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. സംശയമുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട്
നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ തരാൻ താല്പര്യപ്പെടുന്നു. അപ്പം അങ്ങനെ വിവിധ നിലയിൽ സുവിശേഷത്തെ വികൃതമാക്കിക്കൊണ്ടിരിക്കുക. IAS രക്ഷിക്കപ്പെട്ടു വന്നാൽ ദൈവം വചനം പരമേൽപ്പിച്ച ഒരു ദൈവവൃത്തിയിൽ നിന്ന് വചനം പഠിക്കണം. എല്ലാവരെയും ദൈവം വചനം പരമേൽപ്പിച്ചിട്ടില്ല. എല്ലാവരും പാസ്റ്ററാകാൻ ദൈവം നിയോഗിച്ചിട്ടില്ല. അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചിലരെ ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വചനം സംസാരിക്കും. ദൈവസന്തതിയായവൻ ദൈവവചനം കേൾക്കും. ദൈവവചനത്തിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു ഉപദേശമുണ്ട്. അത് എവിടെയെങ്കിലും ഒരു മൂലയിൽ എടുത്തു വെച്ച് അത് പറഞ്ഞുകൊണ്ടിരുന്നാലൊന്നും ഉപദേശം ആകത്തില്ല. ദൈവസഭയ്ക്ക് ലിഖിതമായൊരു ഉപദേശമുണ്ട്. അതിനാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയുന്നത്. അത് തന്നെ പഠിപ്പിക്കണം സഭയെ. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാലൊന്നും ആകത്തില്ല. അതാ ഞാൻ പറഞ്ഞത്, ദൈവവചനം ഫലമേൽപ്പിക്കപ്പെട്ട ഗുരുക്കന്മാരിൽ നിന്ന്, ശുശ്രൂഷകന്മാരിൽ നിന്ന് എനിക്ക് അങ്ങനെ 10-15 വർഷം പഠിക്കാനൊരു ഭാഗ്യം കിട്ടി. അതുകൊണ്ട് കാര്യങ്ങൾ ഇത്ര വ്യക്തമായി മനസ്സിലായത്. ഒരു പിടിയില്ലാതെ കിടക്കുകയായിരുന്നു ഞാൻ 25 വർഷം. ഒരു സാധാ ബന്ധുക്കോസാറിനെ പോലെ പാട്ടും പാടി തുള്ളിച്ചാടി കിടക്കുകയായിരുന്നു. വചനം ഉപദേശത്തിൽ നിന്ന് പഠിച്ചെടുത്തപ്പോൾ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാനായിട്ട് കർത്താവ് ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ പ്രസംഗിച്ചിരിക്കുന്ന ഈ പ്രസംഗം ഡിലീറ്റ് ചെയ്ത് കളയാൻ പറയുക ചില പാസ്റ്റർമാർ. ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്? അത് നിങ്ങളുടെ ആശയമാണ് പ്രസംഗിച്ചേക്കുന്നത്. എൻ്റെ ആശയമൊന്നുമല്ല, വചനത്തിലെ ആശയമാണ് പ്രസംഗിച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് സംഗതി മനസ്സിലായി, റൂട്ട് മാറി പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലായി. സ്തോത്രം, സ്തോത്രം. സത്യവചനം, പഥ്യവചനം പ്രസംഗിക്കുമ്പോൾ അത് വേണ്ടെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എഴുന്നേറ്റിരിക്കുക. സുവിശേഷം മാത്രം പറഞ്ഞാൽ മതി. സുവിശേഷം കൊണ്ട് രക്ഷയുടെ പൂർത്തീകരണം നടക്കത്തില്ല. രക്ഷാപൂർത്തി പ്രാപിക്കണമെങ്കിൽ ഉപദേശമനുസരിച്ച്, പഥ്യോപദേശം അനുസരിച്ച് ജീവിച്ചേ മതിയാകൂ. അങ്ങനെ പ്രസംഗിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഒക്കെ ഉണ്ടാവും. അവർക്ക് അധികം പണമൊന്നും കിട്ടത്തില്ല. അവരുടെ പ്രസംഗത്തിന് സ്റ്റേജുകളൊന്നും കിട്ടത്തില്ല. അവിടെ പ്രസംഗത്തിന് സ്റ്റേജും വേണ്ട, പണവും വേണ്ട. അത് കർത്താവ് നടത്തിക്കൊള്ളും. ആരുടെയും സ്റ്റേജിന് വേണ്ടി ആരുടെയും പുറകെ നടക്കുന്നുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. സ്റ്റേജ് അല്ല വിഷയം. പഥ്യവചനം, പഥ്യോപദേശം പ്രസംഗിച്ച് ജനത്തെ ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുക എന്നുള്ളതാണ്. അതിന്ന് കാണുന്നില്ല. അങ്ങനെ ഞാൻ ചിന്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയൊരു അധ്യായമാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം. അത് നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ആ എബ്രായ ലേഖനം 3-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വളരെ ശ്രദ്ധയോടെ ആ വചനങ്ങൾ നമുക്ക് കേൾക്കുകയും പഠിക്കുകയും ചെയ്യാം. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഒരു ലേഖനം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ട്, ഒരു അധ്യായം അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന പഠനമുണ്ട്, ഒരു ഖണ്ഡിക അങ്ങനെ തന്നെ, സ്ക്രിപ്ചർ അങ്ങനെ തന്നെ പഠിപ്പിക്കുന്ന ഒരു പഠനമുണ്ട്. അങ്ങനെ വിവിധ നിലയിൽ പഠിപ്പിക്കുന്ന പഠനങ്ങളുണ്ട്. ലേഖനം മൊത്തമായിട്ട് പഠിപ്പിക്കണമെന്നാണ് അപ്പോസ്തലന്മാർ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. 1 തെസ്സലോനി 5-ന്റെ അവസാനത്തെ വാക്യം. 1 തെസ്സലോനി 5-ന്റെ അവസാനത്തെ വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് തെസ്സലോനി 5-ന്റെ അവസാനത്തെ വാക്യം. സഹോദരന്മാരെയും വിശുദ്ധ ചുംബനത്താൽ വന്ദനം ചെയ്യുവിൻ. കർത്താവാണ്. സഹോദരന്മാരെ ഒക്കെയും ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം. കേൾപ്പിക്കണം എന്ന് പറഞ്ഞാൽ കേൾപ്പിക്കുക എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് പ്രസംഗിക്കണം. 2 കൊരിന്ത്യർ 13-ന്റെ 12 വായിച്ചേ. 2 കൊരിന്ത്യർ 13-ന്റെ 12. 2 കൊരിന്ത്യർ 13-ന്റെ 12. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. ആ 2 കൊരിന്ത്യർ 13-ന്റെ 12. ആ ആ ആ ആ അപ്പം വന്ദനം ചെയ്യാനായിട്ട് ഇവിടെ 2 സ്ഥലഫലങ്ങളിൽ പറയുന്നുണ്ട്. എന്നാൽ തെസ്സലോനിക്കയിൽ പറയുന്നു വിശുദ്ധ ചുംബനം ചെയ്യണം, വന്ദനം ചെയ്യണം.
അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? കർത്താവാണേ, സഹോദരന്മാരെ മുഴുവൻ ഈ ലേഖനം വായിച്ച് കേൾപ്പിക്കണം, പഠിപ്പിക്കണം, പ്രസംഗിക്കണം. 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ അവസാന 1 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് എഴുതിയിരിക്കുന്നൊരു പദമുണ്ട്. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിച്ചപ്പോൾ ഒരു വലിയൊരു മെഗാ പാസ്റ്റർ എന്ന് എഴുതിയെടുക്കുക. കാരണം പുള്ളി ആദ്യമായിട്ട് കേൾക്കുക. ലേഖനം വായിച്ച് പഠിക്കണ്ടേ? ഈ ലേഖനം ആരെയൊക്കെ പഠിപ്പിക്കണമെന്ന് എഴുതിയിരിക്കുന്നത്? 2-ാം വാക്യം, ക്രിസ്തുയേശുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവരും അവിടെയും ഇവിടെയും എവിടെയും ലോകത്തിൻ്റെ ഏത് മൂലയിലുമുള്ള ജനത്തെ ഇത് വായിക്കുകയും കേൾപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്ന് പൗലോസ് എഴുതിയിട്ടുണ്ട്. പത്രോസ് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ. ഗഹനമായിട്ടും അവരൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ആരും പറയുകയില്ല, പ്രസംഗിക്കുകയും ചെയ്യുന്നില്ല. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക, അവരവർക്ക് ബോധിച്ചതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് കാര്യമായില്ല. വചനത്തിൻ്റെ നാനാമുഖങ്ങളുണ്ട്, ഉപദേശത്തിൻ്റെ നാനാമുഖങ്ങളുണ്ട്. കുടുംബജീവിതം, സമൂഹ ജീവിതം, സ്തോത്രം, ഇതൊക്കെ നമ്മൾ വചനത്തിലൂടെ പഠിപ്പിച്ചെടുക്കണം. ഭാര്യഭർത്തൃബന്ധം, സഹോദരി ബന്ധം, പാസ്റ്ററും വിശ്വാസികളും തമ്മിലുള്ള ബന്ധം, അപ്പനമ്മ ബന്ധം എന്നു വേണ്ട മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ തുറകളിലും എങ്ങനെ വർത്തിക്കണം, എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി, കൃത്യമായി, ശക്തമായി അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നുണ്ട്. അല്ല സുവിശേഷം മാത്രമല്ല പുസ്തകത്തിലുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിശ്വാസി വചനമനുസരിച്ച് നിത്യതയിൽ പ്രാപിക്കാനുള്ള ഉപദേശമാണ് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വേണ്ട, അത് ഡിലേറ്റ് ചെയ്യാതെന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആത്മാവ് ഏതാണെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഞാനതെൻ്റെ സഹശുശ്രൂഷന്മാരോട് 1-2 പേരോട് പറഞ്ഞപ്പോൾ പാസ്റ്ററെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കരുത് എന്ന് പറയാനിടയായി. കാരണം പുള്ളിയെ നേരിട്ട് അറിയാമെന്നാണ് പറയണത്. കാരണം അവരുടെ ശുശ്രൂഷ രീതികളൊക്കെ അറിയാം. അതുകൊണ്ട് എനിക്കാരോടും പിണക്കില്ല, വിദ്വേഷമില്ല. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ അപ്പോസ്തലന്മാരുടെ ഉപദേശം അതിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മൾ വായിച്ച് പഠിച്ചനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് നിത്യത പ്രാപിക്കാൻ കഴിയത്തില്ല. ഞാൻ എബ്രായ ലേഖനത്തിലേക്ക് വരിക. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പൗലോസ് പറയും. എന്താ ഇതിൻ്റെ അർത്ഥം? സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നു, നാം വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പീൻ എന്ന് പറയുന്നു. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക, പുത്രനെ ചുംബിക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഇതിൻ്റെ ആത്മീയ അർത്ഥം? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ കൽപ്പന ശ്രദ്ധിക്കാനാ. കർത്താവ് പറഞ്ഞ വചനങ്ങളെ കേട്ടനുസരിച്ച് ജീവിക്കാനാ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ദൈവം പണ്ട് ഭാഗമായി വിധമായി പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. യേശു ക്രിസ്തുവിലൂടെ നമ്മോട് അരുളി. നാം എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭ, കൃപായുഗത്തിൻ്റെ പ്രമാണം കർത്താവായ യേശു ക്രിസ്തുവാണ് നമുക്ക് തരുന്നത്. അത് ആ പ്രമാണം തരുന്ന സമയത്ത് നമ്മളെങ്ങാനും അവിടെ ഉണ്ടോ? ആർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ചില സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഈ പ്രമാണം കർത്താവ് പറയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സംഘമാണ് ആദ്യം അപ്പോസ്തലന്മാരായ മുക്കുവന്മാർ. പത്രോസ്, പൗലോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രയോസ്. പൗലോസ് കൂടെയില്ല. പക്ഷേ വെളിപ്പാടിനാൽ മറ്റ് ശിഷ്യന്മാരെക്കാൾ കൂടുതൽ വചനം പ്രാപിച്ചെടുത്തവനാണ് പൗലോസ്. അതുകൊണ്ടാണ് അവർ ഞങ്ങളെന്ന് പറയുന്നത്. ആ ഞങ്ങളെന്ന് പറയുന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം നമ്മൾ കേട്ടില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. അതിന് സുവിശേഷം ഉണ്ട്. സുവിശേഷം കേട്ട് വളർന്നവന് ആത്മീയ വളർച്ച പ്രാപിച്ച്, ആത്മീയ വർധന പ്രാപിച്ച്, ആത്മീയ നിറവ് പ്രാപിച്ച് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുന്ന ഉപദേശവും അവരാഴത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. 4 സുവിശേഷങ്ങളിൽ ദൈവസഭയുടെ ഉപദേശം ഇല്ല. തെറ്റിദ്ധരിക്കരുത്. ദൈവസഭയെ പഠിപ്പിക്കുവാൻ കർത്താവ് അപ്പോസ്തലന്മാർക്ക് നിർദ്ദേശം കൊടുത്തു. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളു. സകല മനുഷ്യരെ പഠിപ്പിച്ച് ശിഷ്യരാക്കുക, കർത്താവിൻ്റെ ശിഷ്യന്മാരാക്കുക. 12 ശിഷ്യന്മാർ ഒരുമിച്ചിരിക്കുമ്പോൾ യേശുവിനെ ഞാൻ ചുംബിക്കുന്ന ആരാണ് അവനെ പിടിച്ചോണം. കാരണം എന്താ? എല്ലാം ഒരുപോലെ ഇരിക്കുക. ഇന്നത്തെ ശിഷ്യന്മാർ ഏത് കോലത്തിലേക്ക് കിടക്കുക? പത്രോസ് 3 തൂപ്പാരികളുടെ മുദ്ദയെ തള്ളിപ്പറഞ്ഞു യേശുവിനെ.
അവസാനത്തെ പുള്ളിക്കാരി പറഞ്ഞത് ഇങ്ങനെയാണ്, നിന്റെ വാക്കും ഉച്ചാരണവും വെളിവാക്കുന്നു നീ അവനോട് കൂടെയുള്ളവൻ. 3.5 വർഷം കൂടെ നടന്ന് അപ്പവും തിന്ന് വചനവും കേട്ട് പഠിച്ച് അവര് പ്രാപ്തന്മാരായപ്പോൾ അപ്പം തന്നെ അവരെന്ത് ചെയ്യൂ? ശിഷ്യനെ പോലെയായി. അവരുടെ വാക്കുകൾക്ക് വ്യത്യാസം, അവരുടെ വസ്ത്രധാരണത്തിന് വ്യത്യാസം, അവരുടെ ഭാവത്തിന് വ്യത്യാസം, അവരുടെ ജീവിതത്തിന് ആകെ അടിമുടി ഒരു വ്യത്യാസം. ഇന്നത്തെ ശിഷ്യന്മാർക്ക് ഇത് കഴിയാത്ത, കാരമില്ലാത്ത ഉപ്പായിട്ട് കിടക്കുകയല്ലേ ഇന്നത്തെ ആത്മീയ ഗോളം. വെളിച്ചമില്ലാത്ത ഇരുട്ടിൻ്റെ അവസ്ഥയിൽ കിടക്കുകയല്ലേ ഇന്നത്തെ ആത്മീയ ഗോളം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശുവിൻ്റെ കൽപ്പന, ക്രിസ്തുവിൻ്റെ ഉപദേശം, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിർവിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല. യഹൂദന്മാരോട് യേശു പറഞ്ഞൊരു വാക്യം എൻ്റെ ഹൃദയത്തിൽ വലിയ സന്തോഷമായിട്ട് വീഴാനിടയായിട്ട്, ഞാനത് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ചുമ്മാ കിടന്ന് വായ്ത്താളം അടിച്ചുകൊണ്ടൊന്നും ഒരു കഥയില്ല. വചനത്തെ വചനം കൊണ്ട് നമ്മൾ പഠിക്കണം. സ്തോത്രം. യേശു യഹൂദന്മാരോട് പറയുക, ഹല്ലേലൂയ, മോശ നിങ്ങൾക്ക് ന്യായപ്രമാണം തന്നിട്ടില്ലയോ? എങ്കിലും നിങ്ങൾ ആരും ന്യായപ്രമാണം അനുസരിക്കുന്നില്ല. യേശു യഹൂദന്മാരോട് പറഞ്ഞതാ. ന്യായപ്രമാണ കാലഘട്ടത്ത് അവർക്ക് കൊടുത്ത, മോശ മുഖാന്തരം കൊടുത്ത ന്യായപ്രമാണം അവർ അനുസരിക്കണമായിരുന്നു. ഈ ഗലാത്യർ 6:2 വായിച്ച്, തമ്മിൽ ഭാരങ്ങളെ ചൂപ്പിൻ, ഇങ്ങനെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നിവർത്തിപ്പിൻ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം നമ്മൾ അനുസരിക്കണം. അതാണ് അപ്പോസ്തല ഉപദേശം, രാജ്യീയ ന്യായപ്രമാണം, സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ ന്യായപ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പഥ്യവചനം, ഭക്തിയുക്ത ഉപദേശമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്. എന്നിട്ട് കർത്താവ് യഹൂദന്മാരോട് പറഞ്ഞ ഒരു കാര്യം 31-32:8 തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ വാസ്തവത്തിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരായി. നിങ്ങളിപ്പോൾ മോചനവചനത്തിലാണ് നിലനിൽക്കുന്നത്, പക്ഷെ എൻ്റെ വചനത്തിൽ നിലനിൽക്കണം. എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യണം. അതാണ് പുതിയ നിയമത്തിൻ്റെ പ്രാധാന്യത. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനമാണ് നിങ്ങൾ കേട്ട് പഠിക്കേണ്ടത്. അതാണ് അപ്പോസ്തലന്മാരെ ഫലമേൽപ്പിച്ചത്. 2 പത്രോസ് 3:1 വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പന അത് ഓർത്തുകൊള്ളുക, അതനുസരിക്കുക. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങൾ ഓർക്കുക, ബുദ്ധിപാഠങ്ങൾ എടുക്കുക, ബുദ്ധി ഉപദേശം എടുക്കുക, കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുക. വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. എബ്രായലേഖനം 12-ാം 1-2 വാക്യങ്ങളിൽ വായിച്ചാട്ട് അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? എബ്രായലേഖനം 12:1-2 ആകിയാൽ നാമം സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റി നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിന് ഓട്ടം സ്ഥിതിയോട് ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. അവിടെയും യേശുവിനെ നോക്കാൻ പറയുന്നു. ഇവിടെ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കാൻ പറയുന്നു. യേശുവിൻ്റെ പ്രമാണം ശ്രദ്ധിച്ചു പഠിക്കണം. യഹോവയുടെ ന്യായപ്രമാണം നീ ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. അതുപോലെ ക്രിസ്തുവിൻ്റെ ന്യായപ്രമാണം ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ക്രിസ്തുവിൻ്റെ ഉപദേശം ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ഇതൊക്കെ നമ്മൾ വിട്ടുകളഞ്ഞാൽ പിന്നെ എന്തോ ക്രിസ്തു ജീവിതമായ ദൈവമക്കളെ, എന്നാ ക്രിസ്ത്യാനികളാ, പിന്നെ എന്നാ വിശ്വാസിയാ? ബന്ധക്കോസുകാരെന്ന് പറഞ്ഞ് കാരമില്ലാത്ത ബന്ധക്കോസുകാരായി പോകത്തില്ലേ? ഇപ്പോൾ ഓൾറെഡി അങ്ങനെ ആയിക്കഴിഞ്ഞു. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചം, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പെന്ന് കർത്താവ് പറഞ്ഞതൊക്കെ പോയില്ലേ? ഇന്നത്തെ വിശ്വാസകോളം ചീഞ്ഞളിഞ്ഞ് കിടക്കുകയല്ലേ? കഴിഞ്ഞ ദിവസം എനിക്ക് മൊബൈലിൽ വാർത്ത വന്നു, പെന്തക്കോസ് പ്രസ്ഥാനങ്ങളിൽ TPM, IPC, ചാരോൺ, ചർച്ച് ഓഫ് ഗോഡ് ആദിയായ സംഘടനകളുള്ള സഹോദരന്മാർ തദ്ദേശീയ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് 2026 അവർ ഭരണസാരഥികളാകാൻ പോവുക. വചനം പറയുന്നു, ലോകത്തിൻ്റെ അൻപരാകരുത്, നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ലോകത്ത് നിങ്ങളെ തിരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ സഭ ലോകത്തോട് ഇടപലർന്നു ചേർന്നു.
ഞാൻ ഈ പറയുന്നതിൻ്റെ ഒക്കെ കാരണം സർവ്വലോകവും ദുഷ്ടൻ്റെ അതിൽ കിടക്കുക, പിശാചിൻ്റെ നീരാളി പിടുത്തത്തിൽ രോഗം കിടക്കുക. അതുകൊണ്ട് ലോകത്തിൽ നിന്ന് അകന്നു മാറി ദൈവവചനം അനുസരിച്ച് ജീവിച്ച് വരുവാനുള്ള ലോകത്തിൻ്റെ പ്രത്യാശ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കാനാണ് വേദോത്സവം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ലോകത്തിൻ്റെ അൻപുരായി പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം.